ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ദേ വൈകുന്നേരം ആയിട്ടുണ്ട്. സൂര്യനൊക്കെ ദേ അസ്തമിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ വീട്ടിലോട്ടാണ്. തറവാടും അതുപോലെ അവിടെ ഇപ്പം ആരുമില്ല, അമ്മമ്മയൊന്നുമില്ല, മാമനുണ്ട്. പിന്നെ അടുത്ത് തന്നെയാണ് വല്യമ്മയും താമസിക്കുന്നത്. എന്ന് വെച്ചാൽ അമ്മയുടെ ചേച്ചിയും അതുപോലെ അമ്മയുടെ അനിയനും ഉണ്ട്. അപ്പം അവരുടെ വീട്ടിലോട്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല സ്ഥലങ്ങളാണ് അവിടെ. പണ്ടൊക്കെ അതായത് സ്കൂൾ ടൈമിലൊക്കെയാണ് വെക്കേഷന് വേണ്ടിയിട്ട് കാത്തിരിക്കുമായിരുന്നു, ഇങ്ങനെ അമ്മമ്മൻ്റെ വീട്ടിൽ പോകണം എന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് മാത്രമാണല്ലോ നമ്മൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ വെക്കേഷൻ ടൈമിൽ. അപ്പം ഇത്രയും ദൂരം എന്ന് പറയുമ്പോൾ അധികം ദൂരമൊന്നും ഇല്ലെങ്കിലും ബസ്സൊക്കെ പിടിച്ചിട്ടാണ് പണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾക്ക് ഇഷ്ടമുള്ള സമയത്തൊന്നും പോകാൻ പറ്റില്ല, ബസ്സിൻ്റെ അനുസരിച്ചിട്ടൊക്കെയാണ് പോകേണ്ടത്. അപ്പം പോരാത്ത ബസ് റൂട്ടൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലമാണ്, അങ്ങനത്തെ സ്ഥലമായിരുന്നു. അപ്പം ഒത്തിരി നടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അവിടെ ബസ് ഇറങ്ങിയിട്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നടക്കൽ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വല്ലപ്പോഴൊക്കെയാണ് പോകുന്നത്. അപ്പം പോകുന്ന സമയത്ത് എന്താ വെച്ചാൽ കസിൻസ് എല്ലാവരും വരും. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടൊക്കെ നല്ല അടിച്ചു പൊളിക്കലായിരിക്കും ആ സമയത്തൊക്കെ. അതൊക്കെ ഓരോ ഓർമ്മകളാണ്. അത് ഇപ്പം വല്യമ്മൻ്റെ വീട്ടിലോട്ടാണ് ആദ്യം പോകുന്നത്, അതിനുശേഷം നമ്മൾ തറവാട്ടിലോട്ട് പോകുന്നത്. തറവാടെന്നൊക്കെ പറയുമ്പം ഇപ്പം എന്താ പറയുന്നത്, ക്ഷയിച്ചൊരു അവസ്ഥയായിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ചുറ്റുപാട് കണ്ടോ, നല്ല രസമാണ്. ഫുൾ പച്ചപ്പും ചെടികളും, കുരുമുളകിൻ്റെ ചെടി, അപ്പുറത്ത് റബ്ബറിൻ്റെ തോട്ടം, പിന്നെ ജാതിക്ക, കൊക്കോ, അങ്ങനെ ഒത്തിരി സംഭവങ്ങളൊക്കെ ഉണ്ട്, കവുങ്ങ്, അങ്ങനെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെയാണ് വല്യമ്മൻ്റെ വീട്. അപ്പം ഇവിടെ ഇപ്പം വല്യമ്മയും വല്യച്ഛനും മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ വന്നപ്പം ഇവിടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. തൊട്ടടുത്ത് തന്നെയാണ് വീടുകളൊക്കെ. ജാനൂട്ടി കാർ സീറ്റിൽ ഇരുന്നുകൊണ്ട് തന്നെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പം അതിനകത്തോട്ട് കിടത്താമെന്ന് വിചാരിച്ചിട്ട് കിടത്തുമ്പോഴത്തേക്കും ജാനൂട്ടി പക്ഷേ എണീറ്റു. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു പൂച്ചക്കുട്ടിയുണ്ട്, അത് മ്യാവ് മ്യാവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ജാനൂട്ടി എണീറ്റു കേട്ടോ. പിന്നെ ദേ ഇവിടെയൊക്കെ ഒന്ന് എന്തൊക്കെ ചെടികളാണ് ഉള്ളതെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് വന്നതായിരുന്നു. പണ്ടത്തെ പോലെ തന്നെ അധികം മാറ്റമൊന്നുമില്ല. പണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ ഈ ഇപ്പുറത്തെ സൈഡിലൊക്കെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട്. അപ്പം അവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ദേ അവിടെ നിന്ന് പിന്നെ നമ്മൾ പുറപ്പെട്ടു തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് അമ്മയുടെ വീട്ടിലോട്ട്. ഇവിടുത്തെ ഒരു തറവാടെന്ന് പറഞ്ഞാൽ അതേ ഒരു കുഞ്ഞു വീടാട്ടോ. അത് ഈ ഒരു കാണുന്ന മഞ്ഞ പെയിൻ്റ് അടിച്ചിട്ടുള്ള വീടാണ്. അതിൻ്റെ ഇപ്പുറത്ത് അമ്മായിയും മാമനും കൂടിയിട്ട് ഒരു ചായക്കടയും അതുപോലെ കുഞ്ഞു ഗ്രോസറി ഷോപ്പൊക്കെ നടത്തുന്നുണ്ട്. ജാനൂട്ടിയൊക്കെ എന്തായാലും എണീറ്റു. അമ്മയും അമ്മായിയും ഒക്കെ കൂടിയിട്ട് ഇനി അപ്പുറത്ത് പോകും. നമ്മൾക്ക് ഈ വീടൊന്ന് കയറി കണ്ടിട്ട് വരാം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അകത്തോട്ട് കയറിക്കഴിഞ്ഞ് പേടിച്ചു പോവും, ആ ഒരു അവസ്ഥയിലാണ് ഇരിക്കണേ. എന്നാലും നമ്മൾക്ക് അതിനകത്ത് എങ്ങനെയൊക്കെയാണെന്ന് കണ്ടിട്ട് വരാം. പിന്നെ അതിൻ്റെ അപ്പുറത്തൊക്കെ ഉള്ള റോഡ് സൈഡിൻ്റെ അപ്പുറത്തും നിറയെ കാടൊക്കെ ആയിരുന്നു പണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പം വെട്ടി. പിന്നെ ഈ ഇവിടെയൊക്കെ കണ്ടോ, രണ്ട് സൈഡും വേലി ഉണ്ടായിരുന്നു. അവിടെ മുഴുവനും മുല്ലച്ചെടികളായിരുന്നു. പണ്ട് ഒത്തിരി മുല്ലപ്പൂ കിട്ടുമായിരുന്നു. ചന്ദ്രമുഖിമാരെ വീട് യൂസ് ചെയ്തില്ല. ഇത് ഏത് ആൻഡ്രന സുനിയ? എന്ത് അത് പഴയ കട്ടിൽ, കട്ടിൽ ഫോക്കസ് ചെയ്യും. അതിലൂടെ വെളിച്ചൊന്നും ഉണ്ടാവില്ല. ഇതില് പാമ്പൊക്കെ ഉണ്ടോ നോക്കാം. സ്റ്റാർക്ക് അല്ല, ഇതിലുണ്ട്. ഈ ലൈറ്റ് ഉണ്ടല്ലോ. ഇതാണ് ഒരു ബെഡ്റൂം. ഇത് 2 ബെഡ്റൂമായി. 2 ബെഡ്റൂം ആയിരുന്നു, ഇതിപ്പോ 1 ബെഡ്റൂം. ഇത് മാറ്റിയോ നടുക്കുള്ളത്? ഫാനിലുണ്ട്, പിന്നെ ഫാനൊക്കെ ഉണ്ട്. ഇത് തള ഹാള് അല്ലേ? ഇത് മാസ്റ്റർ ബെഡ്റൂം. ഇവിടേക്ക് ഇങ്ങനെ ഇതായിരുന്നു അപ്പാപ്പന്റെ കട്ടില്. ഇവിടെ ഇങ്ങനെ താഴെ ഇവിടെ ഒരു അൽമാര ഉണ്ടായിരുന്നു. പിന്നെ അടുക്കള, ലൈറ്റ്. ഇത് ഡൈനിങ്, ഇത് സ്റ്റോർ റൂം അല്ലേ? അരി മാങ്ങ പഴുക്കാനൊക്കെ ഡൈനിങ് ഹാള്. ഇത് കാണിക്കടാ ഓരല്ലേ. ഇതാണ് പണ്ടത്തെ വരൽ. പിന്നെ മോഡിഫൈ ചെയ്ത് ഇങ്ങനെ
ഇത് രാത്രി വേറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ പേടിക്കും. അല്ല മുകളിൽ അതിൻ്റെ കൊളുത്ത് ഇങ്ങോട്ടൊക്കെ അപ്പുറത്തോടെ വരും പോകുന്നില്ലേ. ഇത് ഹരിയായിട്ടെന്നൊക്കെ ഓ കണ്ട്. എന്തല്ലേ ഇപ്പം ഭയങ്കര കുഞ്ഞതായ പോലെ ഇരിക്കണം അല്ലേ പണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ഒരു പഴയ വീട്. ഇതിപ്പം പൊളിച്ചിട്ട് ഇനി അത് മാറ്റി പണിയൊക്കെ ചെയ്യാൻ പോവുകയാണ് മാമൻ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഈ ഒരു അവസ്ഥയിൽ കാണില്ല. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ അതിന് ലുക്ക് വേറെ ആയിരിക്കും. അപ്പോൾ ഇതാണ് മാമൻ്റെ വീട്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ നമ്മൾ പോയി കുറച്ച് നേരം ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിറയെ നല്ല പാടവും ഒരുപാട് പാടവും അതുപോലെ അപ്പുറത്ത് മലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഇരുട്ടായി വന്നപ്പോഴത്തേക്കും ഉണ്ട് സന്ധ്യ ആയതുകൊണ്ട് തന്നെ അധികം ഒന്നും കാണുന്നില്ല. പക്ഷെ എന്ത് സ്പെഷ്യൽ ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ ചായക്കടയുടെ അടുക്കളയാണ്. അവിടെ സേമിയ പായസം ആയിക്കൊണ്ടിരിക്കണു. പിന്നെ ബിരിയാണിയും ചിക്കനും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നെയ്ച്ചോറ് ഒക്കെ റെഡിയായിട്ട് അവിടെ വെച്ചിരിക്കണു. ഞാൻ റെസിപ്പി എടുക്കാമെന്ന് പറഞ്ഞിട്ട് ബാക്കിലോട്ട് പോയി അപ്പോഴത്തേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അമ്മായി. പിന്നെ വിക്കിക്കുട്ടൻ്റെ ഇവിടെ കടയിൽ വന്നപ്പോഴത്തേക്കും ലേസ് വേണമെന്ന് പറഞ്ഞിട്ട് ലേസ് കഴിക്കണം. നമുക്ക് ഈ ഒരു നാട്ടിലെ ഫ്ലേവറിലുള്ള ലേസ് ഇവിടെ കിട്ടില്ല, അമേരിക്കയിൽ കിട്ടില്ല. അപ്പോൾ അവൻ ഇത് കഴിച്ചപ്പം ഒത്തിരി ഇഷ്ടമായി. നമുക്ക് ഇന്ത്യൻ കടയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ വാങ്ങിക്കാറുണ്ട്. പക്ഷേ ഇത് കണ്ടപ്പോൾ തൊട്ട് ഇവൻ ഇവിടെ വന്നതിന് ശേഷം, നമ്മുടെ കേരളത്തിൽ വന്നതിന് ശേഷം ഈ ഒരു ലേസൊക്കെയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ജാനൂട്ടി ഉറങ്ങിക്കിടത്തിയിരിക്കുകയായിരുന്നു. പിന്നെ എണീറ്റപ്പോൾ വിക്കിക്കുട്ടൻ വന്നിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഭക്ഷണം വിളമ്പാണ്. അപ്പം നെയ്ച്ചോറും അതുപോലെ ചിക്കൻ്റെ കറിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവിടെ വിരുന്നിന് പോയാലും നാട്ടിലെ മെയിൻ സംഭവമാണ് ഈ ഒരു സേമിയ പായസവും അതുപോലെ ബിരിയാണിയല്ല നെയ്ച്ചോറും ചിക്കനും ഒക്കെ ആയിട്ട്. അപ്പം എല്ലാവരും കഴിച്ചു. ഞാൻ പിന്നെ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് ചോറും അതുപോലെ നമ്മുടെ തൈരുണ്ടല്ലോ അതിൻ്റെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ആയിട്ടൊക്കെ കഴിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് ശേഷം ഇവിടെ അപ്പനും വിക്കിയും കൂടിയിട്ട് കളിക്കുകയാണ്. ഇനിയിപ്പം നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ, നമ്മൾക്കത് കഴിഞ്ഞാൽ തിരിച്ച് അമേരിക്കയിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് വിക്കിൻ്റെ കൂടെ ഒന്ന് കളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നിഹക്കുട്ടിയുണ്ട്. വലിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് കളിക്കൽ. കുട്ടികൾക്ക് അവരുടെ പാകത്തിനുള്ള ചെരുപ്പല്ലല്ലോ ഈ ഒരു പ്രായത്തിലൊക്കെ. അതിലും വലിയ ചെരുപ്പുകളൊക്കെ ഇടാനാണ് കൂടുതൽ ഇഷ്ടം ഉണ്ടാവുന്നത്. അപ്പം വെളിയിൽ ആരുടെ ചെരുപ്പ് കണ്ടോ അത് നിഹക്കുട്ടി ഇട്ടിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ നിഹക്കുട്ടി ഇവിടെ വാവനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ, ഒരു വൈകുന്നേരത്തെ വിശേഷം. നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണാം. ഇവിടെ വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ബൈ.